അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 148. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫജ്റിലെ 15 മുതലുള്ള ആയത്തുകളാണ് നാം ഇന്ന് ഓതി വെച്ചത്. തൊട്ടുമുമ്പിൽ പറഞ്ഞത് ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, തീർച്ചയായും നബിയെ തങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവിനെ അവഗണിക്കുന്നവരെയും അള്ളാഹുവിൻ്റെ നിയമവിലക്കുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നവരെയും കാത്തിരിക്കുകയാണ് എന്നാണ് നമ്മൾ തൊട്ടു മുമ്പിൽ വിശദീകരിച്ചത്. അപ്പോൾ അള്ളാഹു തൻ്റെ അടിമകളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഖൈറും ഷർറുമായ തീരുമാനങ്ങൾ, നല്ലതാ ചെയ്തതെങ്കിൽ രക്ഷയും തിന്മയാണ് ചെയ്തതെങ്കിൽ ശിക്ഷയും അല്ലാഹു തആല നൽകാൻ പോവുകയാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വക വിഷയങ്ങളൊന്നും അവനെ ബാധിക്കുന്നില്ല. അവനപ്പോഴും അവൻ്റെ പരമമായ ലക്ഷ്യം, അവൻ്റെ ചിന്തകൾ മുഴുവനും കേന്ദ്രീകരിക്കുന്നത് ഈ ദുനിയാവിലും ദുനിയാവിൻ്റെ ടിപ്പ് ടോപ്പുകളിലുമാണ്. അതാണ് അള്ളാഹു തുടർന്നു പറയുന്നത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ. എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവം, ഇദാ മബ്തലാഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനെ പരീക്ഷിച്ചു. അങ്ങനെ പരീക്ഷിച്ച് ഫഅക്രമഹു വനഅമ, അവന് വേണ്ട നിഅമത്തുകളും അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് അവനെ അനുഗ്രഹങ്ങളുടെ മുകളിൽ അവനെ പുതപ്പിട്ട് മൂടിക്കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു തആല അവന് സൗകര്യം ചെയ്തു കൊടുത്താൽ ഫയഖൂലു റബ്ബി അക്രമൻ, ആ മനുഷ്യൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ മാനിച്ചിരിക്കുന്നു, എന്നെ ബഹുമാനിച്ചിരിക്കുന്നു, എന്നോട് സ്നേഹം കാണിച്ചിരിക്കുന്നു എന്നൊക്കെ അവൻ പറയും. ധാരാളം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറയും. വ അമ്മാ ഇദാ മബ്തലാഹു, അതേസമയം ആ മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ട് പരീക്ഷണത്തിൻ്റെ മറ്റൊരു ഭാഗമായ അല്പം സാമ്പത്തിക പ്രയാസങ്ങൾ നൽകി ഫഖദറ അലൈഹി റിസ്ഖ, അവൻ്റെ ഭക്ഷണം തന്നെ അവൻ്റെ മേൽ ഇടുക്കിക്കളഞ്ഞാൽ, അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വെള്ളം, അവൻ്റെ മുണ്ട്, ഇതൊപ്പിക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥ അവൻ്റെ മേൽ ഉണ്ടാക്കിയാൽ ഫയഖൂലു റബ്ബി അഹാനൻ, ആ സമയത്ത് അവൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ അവഗണിച്ചു എന്നും പറയാൻ അവനൊരു നാണവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അനുഗ്രഹങ്ങളിൽ മൂടിപ്പുതച്ച് ഉറക്കിക്കൊടുക്കുകയാണെങ്കിൽ, എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ
ആ മനുഷ്യൻ പറയുക എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചു എന്നാണെങ്കിൽ, ഒരല്പം പരീക്ഷണം വരുമ്പോഴേക്ക് എൻ്റെ റബ്ബ് എന്നെ അവഗണിച്ചു എന്നും പറയുന്നു. അതായത് ജീവിതത്തിലെ വിജയപരാജയങ്ങൾ ദുനിയാവാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുകയാണ്, കല്ല, ശരിയല്ല, വേണ്ട വേണ്ട, ഇങ്ങനെയൊന്നും പറയണ്ട, പറഞ്ഞത് രണ്ടും തെറ്റാണ് എന്ന് അല്ലാഹു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. എത്ര ഭംഗിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. കല്ലാ, വേണ്ട വേണ്ട, പറഞ്ഞത് രണ്ടും തെറ്റാണ്. ബല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മൻ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അനാഥയെ പരിഗണിക്കാതെ, അഗതിയുടെ കാര്യം ശ്രദ്ധിക്കാതെ, അനന്തരം മുഴുവനും വെട്ടി വിഴുങ്ങി എല്ലാം വലിച്ചുകൂട്ടി മുതലാളിയായി സമ്പത്തിനെ അമിതമായി ഭ്രമിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ ഏതർത്ഥത്തിലാണ് ഇതുള്ള മനുഷ്യൻ, ഇത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ച മനുഷ്യൻ റബ്ബി അക്രമനി എന്ന് പറഞ്ഞത്, റബ്ബ് എന്നെ മാനിച്ചു എന്ന് പറയുന്നത്? റബ്ബ് നിന്നെ പരിഗണിച്ചിരിക്കുകയല്ല, സത്യത്തിൽ നിന്നെ സൈഡാക്കാനാണ് അള്ളാഹു നിനക്ക് പണം തന്നത്. അപ്പോൾ ഈ രണ്ട് സ്വഭാവവും, മനുഷ്യൻ്റെ സ്വഭാവങ്ങളുടെ ഈ രണ്ട് ഭാഗവും പറഞ്ഞിട്ട്, മനുഷ്യൻ്റെ സ്വഭാവമാകുന്ന നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് സത്യത്തിൽ ഇവിടെ ഈ വിശദീകരിച്ചത് രണ്ടായത്തുകൾ. സുഖവും സൗകര്യവും ഉണ്ടാകുമ്പോൾ റബ്ബി അക്രമനി എന്ന് പറയുന്ന ശൈലിയും, അല്പം ടൈറ്റ് വരുമ്പോഴേക്ക് റബ്ബി അഹാനൻ എന്ന് പറയുന്ന ശൈലിയും, ഇത് രണ്ടും ശരിയല്ല എന്നെങ്ങനെ പറയും? രണ്ടാമത്തത് ശരിയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതായത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പ്രയാസമുണ്ടാകുമ്പോഴേക്ക് നമ്മൾ ഒരിക്കലും അതിൽ വിഷമിക്കാൻ പാടില്ല, നമ്മൾ ഒരിക്കലും അതിൽ പൊറുതികേട് കാണിക്കാൻ പാടില്ല, റബ്ബെന്നെ അവഗണിച്ചു എന്നും പറയാൻ പാടില്ല. കാരണം തന്നതൊക്കെ നമ്മൾ അവനെ ഒന്നും കൊടുത്തേൽപ്പിച്ചിട്ടല്ലല്ലോ തന്നത്, ഫുൾ ഫ്രീ ആണ്, വെറുതെ തന്നതാണ്, ഓശാരമായി തന്നതാണ്. അതുകൊണ്ട് എത്ര പ്രയാസമുണ്ടെങ്കിലും റബ്ബെന്നെ അവഗണിച്ചു എന്ന് പറയാൻ അർഹതയില്ല. എന്നാൽ റബ്ബ് എന്നെ പരിഗണിച്ചു എന്ന് പറഞ്ഞിടത്തുള്ള തെറ്റെന്താണ്? അതാണ് അല്ലാഹു തആല ഇടപെടുന്നതും തിരുത്തുന്നതും. അതേ തിരുത്തേണ്ടതുള്ളൂ, മറ്റേത് ആർക്കും മനസ്സിലാകുന്നതാണ്. എല്ലാ സുഖവും സൗകര്യവും കൊടുത്തിട്ട് റബ്ബി അക്രമൻ എന്ന് പറഞ്ഞത് അതും ശരിയല്ല എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അപ്പോൾ അതാണ് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക. അപ്പോൾ പറയുകയാണ്, നീ വെറുതെ വലിയ വായിൽ എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെയോ യതീമിനെ പരിഗണിക്കണം, സാധുവിനെ പരിഗണിക്കണം, അവരുടെ ഭക്ഷണകാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനന്തരം വെട്ടി വിഴുങ്ങുന്നവനാവരുത്. അനന്തര സ്വത്ത്, വാപ്പയുടെ അനന്തര സ്വത്ത് വീതിക്കുന്ന സമയത്ത് അനന്തരാവകാശികളെ മുഴുവനും മൂക്കിൽ പഞ്ഞി വെച്ച് നീ അത് നേടുകയാണെങ്കിൽ അത് നേട്ടമല്ല. അങ്ങനെ കിട്ടിയ പണം കൊണ്ട് റബ്ബി അക്രമനി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. റബ്ബ് നിനക്കിത് ഒരുക്കി തന്നത്, ഇതൊക്കെ പിടിച്ചു പറ്റാനുള്ള സൗകര്യം നിനക്ക് തന്നത് സത്യത്തിൽ നിന്നെ ഒരു സൈഡാക്കി കളയാനാണ്. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അതുപോലെ തന്നെ സമ്പത്തിനോട് അമിതമായ ഭ്രമമുണ്ടെങ്കിലും റബ്ബി അക്രമനി എന്ന് പറയാൻ നിനക്ക് ഒരു നിലക്കും ധാർമ്മികമായ അവകാശമില്ല. അതേസമയം സമ്പത്ത് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള കേവലം മാധ്യമം മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് സാധുവിനും യതീമിനും അതുപോലെ തന്നെ അർഹിക്കുന്നവർക്കുമൊക്കെ നിൻ്റെ സമ്പത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ, വിഹിതങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് റബ്ബി അക്രമനി എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വലിയ തത്വം മറ്റൊന്നുമല്ല, സമൃദ്ധിയും ദാരിദ്ര്യവും രണ്ടും വിജയത്തിനും പരാജയത്തിനുമല്ല. സമൃദ്ധി വിജയത്തിനോ ദാരിദ്ര്യം പരാജയത്തിനോ അല്ല, തിരിച്ചുമല്ല. സമൃദ്ധി പരാജയത്തിനോ ദാരിദ്ര്യം വിജയത്തിനോ അല്ല. ഒരാൾ സമൃദ്ധനായി എന്നതുകൊണ്ട്, അള്ളാഹു എല്ലാ സുഖവും സൗകര്യവും ദുനിയാവിൽ ചെയ്തു കൊടുത്തു എന്നതുകൊണ്ട് അയാളുടെ ആഖിറം നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അതുപോലെ തന്നെ ഫഖറും 100% അത് നിന്നെ അവഗണിക്കുന്നതിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗവുമല്ല. അള്ളാഹു സമ്പത്ത് കൊടുത്ത മനുഷ്യൻ അവൻ ആ സമ്പത്ത് യഥാക്രമം ചെലവഴിക്കുകയും അതിൻ്റെ ബാധ്യതകളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് അവന് വിജയത്തിന് വേണ്ടി കൊടുത്തതാണ്. അതല്ലെങ്കിൽ അവനെ സൈഡാക്കി കളയാനുമാണ് അല്ലാഹു തആല കൊടുത്തു കളഞ്ഞത്. എന്നാലോ ഒരാൾക്ക് പരീക്ഷണം കൊടുത്തത്,
എല്ലാ ഫക്കീറന്മാർക്ക് അള്ളാഹു ഫക്കീറന്മാരെ ഫക്കീറാക്കിയത് അവനെ അവഗണിക്കാനല്ല, അത് ഉറപ്പാണ്. എന്നാൽ അവനെ രക്ഷപ്പെടുത്താനാണോ? അതുമല്ല. ദുന്യാവിലും ആഖിറത്തിലും ഫക്കീറാകുന്ന ചില ഹതഭാഗ്യരുണ്ട്, അള്ളാഹു കാക്കട്ടെ. എന്നാൽ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് അത് യഥാവിധി ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണങ്ങൾ കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം തൊട്ട് നാളെ പറയാം. അത് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമായി വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് നാളത്തേക്ക് അത് നീട്ടിവെക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് പറഞ്ഞത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. കല്ലാ, ഇത് രണ്ടും ശരിയല്ല. ഈ രണ്ട് ശൈലിയും ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരണങ്ങളുമായി നമുക്ക് നാളെ സംസാരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.